ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സന്ദീപ്. ബട്ട് ബൈ മലയാളീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ കോമ്പാക്ട് SUV സെഗ്മെന്റിൽ മിന്നി തിളങ്ങി നിൽക്കുന്ന രണ്ട് സൂപ്പർ സ്റ്റാർസ് ആണ് ടാറ്റ നെക്സോൺ ആൻഡ് കിയ സോനറ്റ്. സോ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നെക്സോൺ XZ+S പെട്രോൾ മേടിക്കുന്നതാണോ സോനറ്റ് HTX പെട്രോൾ വേരിയന്റ് മേടിക്കുന്നതാണോ കൂടുതൽ സെൻസിബിൾ. ഇത് രണ്ടും നെക്സോണിന്റെയും സോനറ്റിന്റെയും ടോപ്പ് റെക്കമെൻഡഡ് വേരിയന്റ്സ് ആണ്. മാത്രമല്ല ഇവ രണ്ടിന്റെയും പ്രൈസസും ഏകദേശം സെയിം റേഞ്ചിലാണ്. നെക്സോണിന്റെയും സോനറ്റിന്റെയും ഏറ്റവും ടോപ്പ് റെക്കമെൻഡഡ് വേരിയന്റ്സ് അനലൈസ് ചെയ്യുന്ന ഞങ്ങളുടെ വേരിയന്റ് അനാലിസിസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ കഴിയും. സോ നമ്മളുടെ ഇന്നത്തെ ഈ കമ്പാരിസൺ 5 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്: പ്രൈസസ്, എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ്, ഡയമെൻഷൻസ്, ഫീച്ചേഴ്സ് ആൻഡ് മെയിൻ്റെനൻസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോനറ്റ് HTXന്റെ വില ഏകദേശം 10 ലക്ഷം രൂപയാണ്. ഇത് നെക്സോൺ XZ+S വേരിയന്റിനേക്കാളും ഏകദേശം 25,000 രൂപ കുറവാണ്. അതുപോലെ തന്നെ നെക്സോൺ XZ+S വേരിയന്റിന്റെ വില 10 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിലും റോഡ് ടാക്സിന്റെ ഇൻഫ്ലുവൻസ് ഇതിൽ നല്ല രീതിയിൽ ഉണ്ടായേക്കാം. സോ അറ്റ് ദ എൻഡ് ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള ഓൺ റോഡ് പ്രൈസിന്റെ ഡിഫറൻസ് ഏകദേശം 60,000 രൂപ വരെ പോയേക്കാം. സോനറ്റ് ആൻഡ് നെക്സോൺ രണ്ടും ഒരു സബ് 4 മീറ്റർ SUV ആയതുകൊണ്ട് തന്നെ രണ്ടിന്റെയും ലെങ്ത് ഏകദേശം സെയിം ആണ്. പക്ഷേ വിഡ്ത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സോനറ്റിനേക്കാൾ ഏകദേശം 21 മില്ലിമീറ്റർ എക്സ്ട്രാ വിഡ്ത് നെക്സോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ 3 പാസഞ്ചേഴ്സായി ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പോകുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോൾഡർ റൂം നെക്സോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോനറ്റിന്റെ ബാക്ക് സീറ്റിലും 3 പേർക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും, പക്ഷേ അല്പം കൺജസ്റ്റഡ് ആയിരിക്കും. ഹൈറ്റിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നെക്സോണേക്കാളും ഏകദേശം 41 മില്ലിമീറ്റർ ഹൈറ്റ് കൂടുതലാണ് സോനറ്റിന്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെഡ് റൂമാണ് സോനറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കമ്മിങ് ടു ബൂട്ട് സ്പേസ്, ഒരു കോമ്പാക്ട് SUVക്ക് ആവശ്യമുള്ള തരക്കേടില്ലാത്തൊരു നല്ല ബൂട്ട് സ്പേസ് ആണ് ടാറ്റ നെക്സോൺ പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് 350 ലിറ്റേഴ്സ്. പക്ഷേ അതിനേക്കാളും ഏകദേശം 42 ലിറ്റർ കൂടുതലാണ് കിയ സോനറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബൂട്ട് സ്പേസ്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യത്തിലും ഈ രണ്ട് വണ്ടികളും ഈ സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടികളിലും 16 ഇഞ്ചുള്ള വീൽസ് ആണ് കണ്ടുവരുന്നത്. സോനറ്റിന്റെ 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 120 PS പവറും 172 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. അതുപോലെ തന്നെ നെക്സോണിന്റെ 1.2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 120 PS പവറും 170 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടികളുടെയും പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ഏകദേശം സെയിം ആണ്. പക്ഷേ സോനറ്റ് ഈ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞ RPM-ലാണ്. അതുകൊണ്ട് തന്നെ പിക്കപ്പിന്റെ കാര്യത്തിലും പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന കാര്യത്തിലും, അതായത് ഡ്രൈവബിലിറ്റിയുടെ കേസിൽ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നത് സോനറ്റിനാണ്. മാത്രമല്ല ടാറ്റ നെക്സോണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ വണ്ടിയാണ് സോനറ്റ്. പക്ഷേ ടാറ്റ നെക്സോൺ ഹെവിയർ ആണെങ്കിലും ഈ ഹെവിനെസ് കാരണം ടാറ്റ നെക്സോൺ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് ആണ് അതിന്റെ സേഫ്റ്റി. സോനറ്റിന്റെ എൻക്യാപ് റേറ്റിംഗ്സ് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ എന്തുകൊണ്ടും കിയ സോനറ്റിനേക്കാളും മച്ച് മോർ സേഫർ വണ്ടിയാണ് ടാറ്റ നെക്സോൺ. ഗിയർ ബോക്സ് ഓപ്ഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോണിന്റെ പെട്രോൾ എഞ്ചിൻ നൽകുന്നത് ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പക്ഷേ സോനറ്റ് HTXന്റെ പെട്രോൾ എഞ്ചിൻ നൽകുന്നത് ഒരു 6 സ്പീഡ് ഓട്ടോ ക്ലച്ച് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതായത് ക്ലച്ച് ഇല്ല, ഗിയർ ഉണ്ട്. സോ ഡെയിലി സിറ്റി കമ്മ്യൂട്ട് കൂടുതലായിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ട്രാൻസ്മിഷൻ വളരെ സ്ട്രെയിൻഫുള്ളും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ആ ഒരു ഡ്രൈവിംഗ് ഫീൽ കിട്ടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സോനറ്റ് HTX ആയിരിക്കും. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള മാനുവൽ ഗിയർ ഷിഫ്റ്റിംഗിന്റെ ഒരു റോ ഫീൽ ആസ്വദിക്കുന്ന ഒരു ഡ്രൈവിംഗ് എന്തൂസിയസ്റ്റ് ആണ് നിങ്ങൾ, തീർച്ചയായും നെക്സോണിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ്. മൈലേജിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോണേക്കാളും ഒരല്പം കൂടുതൽ മൈലേജ് നൽകുന്നത് കിയ സോനറ്റ് ആണ്. സോനറ്റ് HTX പെട്രോളിന്റെയും നെക്സോൺ XZ+S പെട്രോളിന്റെയും ഫീച്ചേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വേരിയന്റ്സിലും കുറെ അധികം ഗുഡ് ടു ഹാവ് ആൻഡ് മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സിന്റെ കോമ്പിനേഷൻ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സിന് പുറമെ ഈ രണ്ട് വണ്ടികളിലും അവൈലബിൾ ആയിട്ടുള്ള കോമൺ കീ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് റിയർ പാർക്കിംഗ് ക്യാമറ, ഡേ ആൻഡ് നൈറ്റ് IRVM ആൻഡ് റിയർ ഡിഫോഗർ. അത് മാത്രമല്ല ഈ രണ്ട് വണ്ടികളിലും ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ് വിത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. നമ്മൾ ഫംഗ്ഷണൽ ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ രണ്ട് വണ്ടികളിലും കോമൺ ആയിട്ട് കുറെ ഉഗ്രൻ ഫംഗ്ഷണൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ കീലെസ് എൻട്രി വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്,
ഫ്രണ്ട് ആൻഡ് റിയർ പവർ വിൻഡോസ്, അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ORVMs, ടിൽറ്റ് ഫംഗ്ഷനാലിറ്റി ഉള്ള സ്റ്റിയറിംഗ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, ബാക്ക് സീറ്റിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ ഹെഡ് റെസ്റ്റ്, ഓട്ടോമാറ്റിക് AC ആൻഡ് റിയർ AC വെന്റ്സ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ്, ക്രൂസ് കൺട്രോൾ ഫംഗ്ഷനാലിറ്റി ആൻഡ് ഫ്രണ്ട് ആൻഡ് റിയർ സൈഡിൽ ആം റെസ്റ്റ്. സ്റ്റൈൽ എലമെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ രണ്ട് വണ്ടികളും തമ്മിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് സ്റ്റൈൽ എലമെന്റ്സ് ആണ് സൺറൂഫ്, LED DRLs ആൻഡ് ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ്. സോനറ്റ് HTXലും നെക്സോൺ XZ+Sലും കോമൺ ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി, എന്റർടൈൻമെന്റ്, ഫംഗ്ഷണൽ ആൻഡ് സ്റ്റൈൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇതുവരെ നമ്മൾ കണ്ടത് ഈ രണ്ട് വേരിയൻസിലെയും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഇനിയും ഈ രണ്ട് വേരിയൻസിലും കോമൺ അല്ലാത്ത ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീൽ ഗുഡ് ഫീച്ചേഴ്സ് കൂടുതലായിട്ടുള്ളത് സോനറ്റ് HTXനാണ്. പക്ഷേ സേഫ്റ്റി റിലേറ്റഡ് ഫീച്ചേഴ്സ് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ളത് നെക്സോൺ XZ+Sനാണ്. നെക്സോൺ XZ+Sൽ അവൈലബിൾ അല്ലാത്ത എന്നാൽ സോനറ്റ് HTXൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ, LED ഹെഡ് ലാംപ്സ്, 57 കണക്റ്റഡ് കാർ ടെക്നോളജി ഫീച്ചേഴ്സ്, ക്രോം കളേർഡ് ഡോർ ഹാൻഡിൽസ്. അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടികളിലെയും ടച്ച് സ്ക്രീൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ സൈസ് കൂടുതലായിട്ടുള്ള ടച്ച് സ്ക്രീൻ അവൈലബിൾ ആയിട്ടുള്ളത് കിയ സോനറ്റിലാണ്. മാത്രമല്ല സോനറ്റ് HTXൽ ഈ 8-inch ടച്ച് സ്ക്രീനിനോടൊപ്പം വയർലെസ് ഫോൺ പ്രൊജക്ഷൻ ഫംഗ്ഷനാലിറ്റിയും അവൈലബിൾ ആണ്. സോനറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള യുണീക് സേഫ്റ്റി, എന്റർടൈൻമെന്റ്, ഫംഗ്ഷണൽ ആൻഡ് സ്റ്റൈൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇനിയും നെക്സോൺ XZ+S വേരിയന്റിൽ അവൈലബൽ ആയിട്ടുള്ള യൂണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോനറ്റ് HTXൽ അവൈലബിൾ ആയിട്ടുള്ളത് അലോയ് വീൽസ് അല്ല, പകരം സ്റ്റൈൽഡ് വീൽസ് ആണ്. പക്ഷേ നെക്സോൺ XZ+Sൽ അവൈലബിൾ ആയിട്ടുള്ളത് അലോയ് വീൽസ് ആണ്. അതുപോലെ തന്നെ സോനറ്റ് HTXൽ ബോഡി കളേർഡ് ORVMs ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നെക്സോൺ XZ+Sൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉള്ള ORVMs ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും നെക്സോൺ ആണ് കൂടുതൽ അഡ്വാൻറ്റേജ്. കാരണം അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ നെക്സോണിന് ലഭിച്ചിട്ടുള്ള NCAP റേറ്റിംഗ്സ് 5/5 ആണ്. കിയ സോനറ്റിന്റെ NCAP റേറ്റിംഗ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. സോനറ്റിൽ അവൈലബിൾ അല്ലാത്ത എന്നാൽ നെക്സോണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ ആൻഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. സോനറ്റ് HTX വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ സ്പീക്കർ ടാറ്റ നെക്സോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നെക്സോൺ XZ+S വേരിയന്റിൽ 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന റിയർ സീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ കൂൾഡ് ഗ്ലവ് ബോക്സ്, മൾട്ടി ഡ്രൈവ് മോഡ്സ്, റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ഇവയെല്ലാം നെക്സോണിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. സോനറ്റ് HTXൽ അവൈലബിൾ അല്ലാത്ത എന്നാൽ നെക്സോൺ XZ+ൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ യുണീക് സേഫ്റ്റി, എന്റർടൈൻമെന്റ്, ഫംഗ്ഷണൽ ആൻഡ് സ്റ്റൈൽ റിലേറ്റഡ് ഫീച്ചേഴ്സ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. സോ ഫീച്ചേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികളിലും കോമൺ ആയിട്ട് കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് വണ്ടികളിലും യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷേ ഈ ഫീച്ചേഴ്സിന്റെ എല്ലാം ഓവറോൾ വാല്യൂ ഫോർ മണി എടുത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ നെക്സോൺ ഹാസ് എ ബെറ്റർ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഈ രണ്ട് വണ്ടികളുടെയും മെയിന്റനൻസ്, സർവീസ് നെറ്റ്വർക്ക് എക്സെട്ര എല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ കിയ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂലി ലോഞ്ച്ഡ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സർവീസ് നെറ്റ്വർക്കിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത് ടാറ്റ നെക്സോണിനാണ്. പക്ഷേ വാറണ്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സോനറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 3 years ആൻഡ് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിന്റെ വാറണ്ടിയാണ്. സോ വാറണ്ടിയുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കിയ സോനറ്റിനാണ്. അതുപോലെ തന്നെ കിയ സോനറ്റിന്റെ ക്ലെയിംഡ് ആയിട്ടുള്ള പീരിയോഡിക് മെയിന്റനൻസ് ടാറ്റ നെക്സോണേക്കാളും വളരെ കുറവാണ്. ഈ രണ്ട് വണ്ടികളുടെയും 50,000 കിലോമീറ്റേഴ്സ് ഓടിക്കാനുള്ള ഒരു റണ്ണിംഗ് കോസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും അധികം ഡിഫറൻസ് ഇല്ല, ഏകദേശം സിമിലർ തന്നെയാണ്. പ്രൈസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സോനറ്റിനാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളത്. ഡയമെൻഷൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള വണ്ടി നെക്സോൺ ആണ്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ 3 പേരിരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആൻഡ് ഒരു ബിഗർ ഷോൾഡർ റൂം അവൈലബിൾ ആയിട്ടുള്ളത് നെക്സോൺ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ഹെഡ് റൂം പ്രൊവൈഡ് ചെയ്യുന്നതും അതോടൊപ്പം കൂടുതൽ ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നതും സോനറ്റ് ആണ്. സോ ഡയമെൻഷൻസിന്റെ കാര്യത്തിൽ ഒരു ക്ലിയർ വിന്നർ ഇല്ല എന്ന് തന്നെ പറയാം. എഞ്ചിൻ പവർ കോൺഫിഗറേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വണ്ടികളുടെയും പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് സെയിം ആണെങ്കിലും കുറഞ്ഞ RPMൽ കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോനറ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡ്രൈവബിലിറ്റി ഉള്ളത് സോനറ്റിനാണ്. അതുപോലെ തന്നെ രണ്ട് വണ്ടികളിലും കൂടുതൽ മൈലേജ് ക്ലെയിം ചെയ്യുന്നത് സോനറ്റിനാണ്. ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വേറൊരു ഫാക്ട് ആണ് സോനറ്റിൽ ഓട്ടോ ക്ലച്ച് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് എന്നുള്ളത്. സോ ഇതെല്ലാം ഒന്ന് ഓവറോൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ പവർ കോൺഫിഗറേഷന്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് സോനറ്റ് HTXനാണ്.
കമ്മിങ് ടു ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വണ്ടികളിലുമുള്ള കോമൺ ഫീച്ചേഴ്സ് ആൻഡ് രണ്ട് വണ്ടികളിലുമുള്ള യുണീക് ഫീച്ചേഴ്സ് ഒന്ന് ഓവറോൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയുള്ള ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ടാറ്റ നെക്സോൺ ആണ്. അത് മാത്രമല്ല കൂടുതൽ യൂസ്ഫുൾ ആൻഡ് കൂടുതൽ സേഫ്റ്റി റിലേറ്റഡ് ഫീച്ചേഴ്സ് ആണ് ടാറ്റ നെക്സോണിനുള്ളത്. ഓൺ ദ അതർ ഹാൻഡ് സോനറ്റിൽ കൂടുതലായി അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഒരു ഫീൽ ഗുഡ് ഫീച്ചേഴ്സ് ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളത് ടാറ്റ നെക്സോൺ ആണ്. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റ്സും കൺസിഡർ ചെയ്ത് ഒരു ഓവറോൾ വേർഡിക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ക്ലിയർ വിന്നർ ടാറ്റ നെക്സോൺ ആണ്. കാരണം കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ടാറ്റ നെക്സോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ എഞ്ചിൻ പവർ കോൺഫിഗറേഷന്റെ കാര്യത്തിലും ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിലും മെയിന്റനൻസ് ആൻഡ് മൈലേജിന്റെ കാര്യത്തിലും കിയ സോനറ്റിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ഒരു മെയിൻ ഡിസൈഡിംഗ് ഫാക്ടറായ പ്രൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സോനറ്റ് HTXന്റെ വില 10 ലക്ഷത്തിൽ താഴെയാണ്, നെക്സോണിന്റെ വില 10 ലക്ഷത്തിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളിലും റോഡ് ടാക്സിന്റെ ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ടാറ്റ നെക്സോണിൽ ഉണ്ടായേക്കാം. സോ എക്സ് ഷോറൂം പ്രൈസസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവ രണ്ടും തമ്മിൽ 25,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ എങ്കിലും ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള ഓൺ റോഡ് പ്രൈസ് ഡിഫറൻസ് ഏകദേശം 60,000 രൂപ വരെ പോയേക്കാം. മാത്രമല്ല 1000 cc താഴെയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 5 year ഇൻഷുറൻസിന്റെ കാര്യത്തിലും കിയ സോനറ്റിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. സോ ടേക്കിംഗ് ഓൾ ദീസ് പോയിന്റ്സ് ഇൻ ടു കൺസിഡറേഷൻ ഒരു ഹയർ വാല്യൂ ഫോർ മണി സെൻസിബിൾ ബൈയിങ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് തീർച്ചയായും കിയ സോനറ്റ് HTX ആണ് ഓവർ ടാറ്റ നെക്സോൺ XZ+S വേരിയന്റ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് അവസാനം വാല്യൂ ഫോർ മണി ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് വേരിയന്റ് ആണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലിയർ വിന്നർ. പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡ്, വളരെയധികം സേഫ്റ്റി ഉള്ള ഒരു വണ്ടി, അതുപോലെ തന്നെ പല ഡ്രൈവിംഗ് മോഡ്സ്, ഇങ്ങനത്തെ യുണീക് ഫീച്ചേഴ്സ് ഒക്കെയാണ് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും യു ക്യാൻ ഗോ ഫോർ ടാറ്റ നെക്സോൺ XZ+S മോഡൽ. സോ ടാറ്റ നെക്സോൺ ഓർ കിയ സോനറ്റ്, ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞങ്ങളുടെ ഈ വീഡിയോ ഒരല്പമെങ്കിലും നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിത്തിരി സ്നേഹം ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് ഷെയർസ്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രണ്ട് വേരിയന്റ്സിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേരിയന്റ് അനാലിസിസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.